ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മക്കൾ വരെ ഉപേക്ഷിച്ചു പോയ എനിക്ക് 3 സെന്റ് വസ്തുവും തന്ന് അതിൽ വീട് വെച്ച് കിട്ടിയത് സാറ് ഇടപെട്ടതുകൊണ്ടാ. ഈ സരസ്വതി മരിക്കും വരെ അത് മറക്കില്ല സാറേ. സാറിന്റെ ദൈവമാ, സാറിന്റെ കാണപ്പെട്ട ദൈവോ സാറേ. അയ്യോ, എന്റെ ജോലി തടസ്സപ്പെടുത്താൻ വേണ്ടിയല്ലേ നീ ഇങ്ങനെ ഓരോ കഥകളും പൊക്കിപ്പിടിച്ചോണ്ട് വരുന്നത്? മോളെ, അയ്യോ മനസ്സിലായില്ല. അയൽവക്കക്കാരാ. ആ, ഇവിടെ പുതിയ വാടകക്കാര് വന്നെന്ന് കേട്ടു. പരിചയപ്പെടാൻ വന്നതാ. ഞാൻ രമ്യ, തൊട്ടടുത്ത വീട്. ഞങ്ങൾ ഇവിടെ അടുത്താ മോളെ താമസിക്കുന്നത്. ആ, ഞാൻ വന്ദന. ഇതെന്റെ മോള് ദിയ. പുള്ളിക്കാരൻ കുറച്ച് വീട്ടു സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയിരിക്കാം. ഹസ്ബൻഡിന് ഏത് ഡിപ്പാർട്ട്മെന്റിലാ ജോലി? അതിപ്പോ അങ്ങനെ സർക്കാർ ജോലിയൊന്നും അല്ല, കോൺട്രാക്ട് വർക്കാ. ആന്റിയുടെ മക്കളാണോ മുറ്റത്ത് കളിച്ചോണ്ടിരുന്നത്? മോളവരെ കണ്ടോ? എന്റെ കൂടെ കളിക്കാൻ അവരെ വിടണേ ആന്റി. പിന്നെന്താ, മോൾക്ക് എപ്പോഴും വന്ന് കളിക്കാലോ. അവളിവിടെ താമസിക്കാന്ന് സമ്മതിച്ചു തന്നെ അവരെ കൂടി കണ്ടിട്ടായിരിക്കും. ആ, അത്യാവശ്യം വേണ്ട പാത്രങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഒരു സ്റ്റൗ കൂടി വാങ്ങിയിട്ടുണ്ട്. എന്റെ ഹസ്ബൻഡും കൂട്ടുകാരനോ? മനസ്സിലായി. ഇത് നമ്മുടെ അയൽക്കാരാ. നമസ്കാരം, ഞാൻ ജഗൻ. ജഗൻ സാറോ? സാറായിരുന്നു എവിടെ താമസിക്കുന്നേ? ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. അറിയോ? അറിയുമെന്നോ? ഞാൻ ഇന്ന് ആ സ്പിന്നിംഗ് മില്ല് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം സാറാ. പൂട്ടാൻ പോയ കമ്പനിയായിരുന്നത്. അന്ന് സാറ് വിചാരിച്ചോണ്ട് ഒരിക്കലും മറക്കില്ല സാറേ. സാറേ, സാറില്ലായിരുന്നെങ്കിൽ ഞാൻ തെരുവി കിടന്ന് തണുപ്പ് കൊണ്ട് ചത്തേനെ. മക്കൾ വരെ ഉപേക്ഷിച്ചു പോയ എനിക്ക് 3 സെന്റ് വസ്തുവും തന്ന് അതിൽ വീട് വെച്ച് കിട്ടിയത് സാറ് ഇടപെട്ടതുകൊണ്ടാ. ഈ സരസ്വതി മരിക്കും വരെ അത് മറക്കില്ല സാറേ. സാറിന്റെ ദൈവമാ, സാറിന്റെ കാണപ്പെട്ട ദൈവോ സാറേ. അയ്യോ, എന്താ അമ്മേത്? ഇതൊക്കെ എന്റെ കടമയല്ലേ? ഇവിടെ താമസിക്കാൻ വന്നത് ജഗൻ സാറാണെന്ന് അറിയാതെ ഞാൻ വന്നത്. എന്തായാലും സഹായത്തിനൊരാളായല്ലോ. മോളെ, ഇതുപോലൊരു ഭർത്താവിനെ കിട്ടിയ നീ ഭാഗ്യവതിയാ. ഈ സാറിന്റെ മനസ്സ് തങ്കമാ മോളെ, തനി തങ്കം. അങ്ങനെ സാറിനോടുള്ള നന്ദി സൂക്ഷിക്കുന്ന ഒരു പാവ അയൽക്കാരനാണ് ഞാനും. സാറിന് എന്ത് സഹായം വേണമെങ്കിലും ഒന്ന് വിളിച്ചാൽ മതി. എന്നാ ഞങ്ങളങ്ങോട്ട്. ജഗനങ്കിൾ ഒരു സൂപ്പർ ഹീറോ ആണല്ലോ വന്ദനമ്മേ. എല്ലാരെയും സഹായിക്കുന്ന ഹീറോ. ജഗനങ്ങളുടെ ഹീറോയിസ് ഒക്കെ വന്ദനാമ്മ കാണാനിരിക്കുന്നതല്ലേ ഉള്ളൂ. ഏട്ടനിവിടെ ഇല്ല, ഓഫീസിൽ പോയിരിക്ക. അതിനെന്താ, വിക്രം വരുന്നവരെ ഞാനിവിടെ വെയിറ്റ് ചെയ്യാം.
അതിപ്പോ ഏട്ടൻ വരുമ്പോ രാത്രി വളരെ വൈകും. അതുവരെ വെയിറ്റ് ചെയ്യുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? ഇന്നേട്ടന് സ്പെഷ്യൽ പ്രോഗ്രാംസ് ഒന്നുമില്ല. ഓഫീസിൽ തന്നെ ഉണ്ടാവും. അവിടെ ചെന്നാ കാണാലോ. അങ്ങനെ ഓഫീസിൽ പോയി പെട്ടെന്ന് കാണേണ്ട അത്യാവശ്യമൊന്നുമില്ല. എന്താ ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്നതില് വർഷക്ക് എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടോ? ഏ ഭർത്താവിന്റെ ഉറ്റ സുഹൃത്തല്ലേ, ആ എനിക്കിഷ്ടക്കേടൊന്നുമില്ല. ഉം. ഉം. ദേഷ്യ ഉള്ളിലൊതുക്കി ഇഷ്ടം പുറത്ത് കാണിക്കാൻ വിക്രമിന് നന്നായിട്ടറിയാം. അക്കാര്യത്തില് ഭാര്യയും ഒട്ടും മോശമല്ല. അല്ല, ഇവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ? അല്ല, പിന്നെ അച്ഛമ്മയുണ്ട്. അല്ല, അച്ഛമ്മ എവിടെ പോയി? അച്ഛമ്മ മുറിയിൽ കിടക്ക്. ഓ, എന്നാ അച്ഛമ്മയുടെ അടുത്ത് പോയി കുറച്ച് കത്തി വയ്ക്കാം. ദാ. ദൈവമേ, ഒരു മുന്നറിയിപ്പും ഇല്ലാതെ വന്ന് കേറിയിരിക്കുകയാണല്ലോ. ഇറങ്ങിപ്പോവാൻ പറഞ്ഞ അത് ഏട്ടൻ ഇഷ്ടപ്പെടുവോ? ഉറ്റ സുഹൃത്താണെന്നല്ലേ പറയുന്നത്. ഏട്ടൻ ഒന്നാമത് സംശയരോഗം. ഇയാളെ ഇവിടെ കണ്ട അത് പ്രശ്നമോ? എന്റെ വെളിപ്പുറത്തമ്മേ ദേവി, ഇനി എന്താ ഒരു മാർഗം? എത്രയായി? 50. വാ. അച്ചച്ചാ, ഓളേ. അച്ഛമ്മേ, മോളെ. അമ്മേ, മോനെ. അച്ചച്ചാ, വീടൊക്കെ കൊള്ളാവോ? പിന്നെ സൂപ്പർ അല്ലേ? അമ്മേ, മനോജ് സുചിത്രയുടെയും വിനുവേട്ടനൊന്നും വന്നില്ലേ? ഇല്ല മോളെ, സുചിത്രയ്ക്ക് വരണമെന്നുണ്ടായിരുന്നു. പ്രകാശിനെ പിടിച്ച് വരാതിരുന്നതാ. വിനു പാവ എന്തോ ജോലിക്ക് പോയി. വാ അച്ഛാ, വാ അമ്മേ. മാനത്തെ കൊട്ടാ